എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെണ്ടയ്ക്കപ്പുളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തയ്യാറാക്കിയുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി എടുക്കുക, അതിലോട്ട് എണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ എണ്ണ മതിയാവും. അതിനാവശ്യത്തിലുള്ള കടുക് പൊട്ടിക്കുക. അതിനുശേഷം കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ അതിനുശേഷം മാറ്റി വെച്ചിരിക്കുന്ന പുളി, ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ ആ വെള്ളം, അതിൻ്റെ വെള്ളം ഈ ഇതിലോട്ട് ചേർക്കുക, പാത്രത്തിലോട്ട് ചേർക്കുക. അതിലോട്ട് നമ്മൾ ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വിടുക. ഒരു 3-4 മിനിറ്റ് ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ. അതിനുശേഷം നമ്മുടെ നാടൻ വെണ്ടയ്ക്കയാണ് കേട്ടോ. നാടൻ വെണ്ടയ്ക്കയ്ക്ക് ഒട്ടലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അതിലോട്ട് നമ്മൾ നാടൻ വെണ്ടയ്ക്ക, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ വലിയുള്ളി, ഇത് നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുളിവെള്ളത്തിലോട്ട് ആ കഷ്ണങ്ങൾ, ആ പീസസുകൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റോളം തിളയ്ക്കാൻ വിടുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പുളിയും ഉപ്പുമാണ് ഹൈലൈറ്റ്. അപ്പോൾ അതിൽ വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വിടുക. എന്നതിന് ശേഷം ഈ പരുവത്തിലാകുന്നത് വരയ്ക്ക് ഒരു 5 മിനിറ്റോളം തിളയ്ക്കാനായിട്ട് വിടുക. അതിന് ശേഷം അതെടുക്കുക. ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം ഇത് ഒഴിച്ചുകറി ആണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.